നമസ്കാരം. മഹാഭാരതത്തിലെ 9ാമത്തെ പർവ്വമാണ് ശല്യപർവം എന്ന് പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 18ാം ദിവസം വർണ്ണിച്ചിരിക്കുന്നത് ഈ പർവ്വത്തിലാണ്. അവസാന ദിവസം കൗരവസേനയെ നയിച്ചത് ശല്യർ ആയതിനാലാണ് ഈ അധ്യായത്തിന് ശല്യപർവം എന്ന് പേരിട്ടത്. ശല്യപർവം 9ാം അധ്യായമാണെങ്കിൽ 9ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന പിണറായി സർക്കാരിൻ്റെ ശല്യരാണ് ഗോവിന്ദൻ മാഷ്. ഈ ശല്യപർവം കാരണമാണ് 9ാം വർഷത്തിൽ നിലമ്പൂരിൽ പാർട്ടി അടിനാവി നോക്കി തൊഴി മേടിച്ചത് എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ. ധർമ്മപുത്രർ ശല്യർക്ക് നേരെ വേല് പ്രയോഗിച്ച പോലെ തോൽവിയുടെ ഭാരമെല്ലാം ഗോവിന്ദൻ്റെ അപ്പക്കുട്ടയിൽ നിക്ഷേപിച്ച് ആ പാവത്തിനെ കൊണ്ട് ചുമപ്പിക്കുകയാണ് പാർട്ടി. തച്ചൻ്റെ ഉളിക്കുമില്ല പണിക്കുമില്ല കുറ്റം, തടിയുടെ വളവാണ് പ്രശ്നം എന്ന നിലയിലായി ഇപ്പോഴത്തെ കാര്യങ്ങൾ. പിണറായി വിജയൻ്റെ മുടിഞ്ഞ ഭരണത്തിനും കുഴപ്പമില്ല, സ്വരാജിൻ്റെ കയ്യിലിരിപ്പിനും കുഴപ്പമില്ല, പാർട്ടിയുടെ വിപ്ലവ വായാടിത്തങ്ങൾക്കും യാതൊരു കുഴപ്പവുമില്ല. ഇത് കേട്ടാൽ തോന്നും ഗോവിന്ദൻ മാഷ് RSS ബന്ധം പരാമർശിക്കുന്നതിന് പകരം ഹരിനാമ കീർത്തനമാണ് വായിച്ചിരുന്നതെങ്കിൽ നിലമ്പൂരിൽ അട്ടിമറി വിജയം ഉണ്ടാകുമായിരുന്നുവെന്ന്. നിഴല് നോക്കി തല്ലുന്ന മാടനെ പോലെ ഈ പാർട്ടിയുടെ നിഴല് കണ്ടാൽ തല്ലുന്ന അവസ്ഥയിലായി ജനം. സത്യസന്ധനായ ഗോവിന്ദൻ കഷ്ടകാലത്തിന് വായ തുറന്നു എന്നേ ഉള്ളൂ. സത്യാനന്തരകുമാരനെ ജയിപ്പിച്ചെടുക്കാൻ മാഷ് ഒരു സത്യം പറഞ്ഞു. അതിന് അദ്ദേഹത്തെ ഇത്രമാത്രം ക്രൂശിക്കാമോ? പാർട്ടി സെക്രട്ടറി നട്ടാൽ കിളിക്കാത്ത നുണ മാത്രമേ പറയാവൂ എന്ന വ്യവസ്ഥ വല്ലതുമുണ്ടോ സഖാക്കളെ? ഈ സ്ഥാനത്ത് കോടിയേരി ആയിരുന്നെങ്കിൽ പൊളിച്ചടുക്കിയേനെ. ലോക്കൽ ട്രെയിനിൽ കയറി മത്സരിക്കാനെത്തിയ സ്വരാജിനെ നാട്ടുകാർ വന്ദേ ഭാരതിൽ കയറ്റി തിരിച്ചുവിട്ടതിന് ഗോവിന്ദൻ എന്ത് പിടിച്ചു? നാട്ടുകാർക്ക് വേണ്ട, വീട്ടുപടിക്കലുള്ളവർക്ക് വേണ്ട, പഠിച്ച സ്കൂളിൻ്റെ പരിസരത്തുള്ളവർക്കും വേണ്ട. 4 സാംസ്കാരിക നായന്മാർ അഥവാ നായകന്മാർ വന്ന് സ്ലോഗൻ ചൊല്ലിയതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? മണ്ണിൽ നിന്നും മനുഷ്യനിൽ നിന്നും ഊർജം വലിച്ചെടുക്കേണ്ട മാർക്സിസ്റ്റുകാരൻ കൂപ്പറിലും 36 ലക്ഷത്തിൻ്റെ സുനാപ്പിയിലും കയറി നടന്നാൽ ഇങ്ങനെയിരിക്കും. മറന്നു തുള്ളിയാൽ മറിഞ്ഞു വീഴുമെന്ന് CPMൻ്റെ സകല നേതാക്കളും ഓർത്തുകൊള്ളുക. ഗോവിന്ദനെതിരെ ചാടിത്തുള്ളിയ 2 സഖാക്കളും മനുഷ്യവർഗത്തിൻ്റെ പൊന്നോമനകളാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? സഖാക്കളായ എളമരവും P രാജീവുമാണ് ഗോവിന്ദനെതിരെ അസ്ത്രപ്രയോഗം നടത്തിയത്. കരീം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെത്താൻ വിശേഷിപ്പിച്ചത് കരീം ഖ എന്നായിരുന്നു. അവിടെ തോറ്റത് എന്താ ഖ? അന്ന് ജമാഅത്തെ ഇസ്ലാമി സ്ഥലത്തില്ലായിരുന്നുവോ കരീമേ? ഈ എളമരം വിപ്ലവ പാർട്ടിയുടെ മുതുമരമായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൊഴിലാളി വർഗം പറയും ഞങ്ങളുടെ ചോര കുടിച്ചിട്ടാണെന്ന്. P രാജീവാണെങ്കിൽ പണ്ട് കൈതോലപ്പായിൽ കോടികൾ തെറുത്തു കെട്ടാൻ പിണറായി വിജയനെ സഹായിച്ചെന്ന് ആരോപണമുള്ള മന്ത്രിയാണ്. കഫിയ അണിയാൻ കൊതിക്കുന്ന രാജീവ് ഭാര്യയെ വിടുന്നത് ഇസ്രയേൽ സർവകലാശാലയിൽ ഫാക്കൽറ്റിയായാണ്. ആഗോള മുതലാളിത്തത്തെ തെറി പറഞ്ഞ രാജീവിൻ്റെ മകൾക്ക് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുരസ്കാരവും ലഭിച്ചു. പക്ഷേ രാജീവ് പറയുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നത് മുതലാളിത്തത്തിൻ്റെ സൃഷ്ടിയാണെന്നാണ്. ഇത്രയൊക്കെ കനത്തയടി ചെപ്പക്കുറ്റിക്ക് കിട്ടിയിട്ടും ഈ പാർട്ടി പാഠം പഠിക്കുന്നില്ല. തിരുത്തും വിലയിരുത്തും പഠിക്കുമെന്നൊക്കെ പുറത്തു വന്ന് പറയുകയാണ്. പക്ഷേ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ എന്തെങ്കിലും ഒരു തിരുത്തൽ വരുത്തിയിട്ടുണ്ടോ? തിരുത്തലെല്ലാം മുതലാളിത്തത്തിൻ്റെ തോളിൽ കൈയിടുന്നതിൽ മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി പോയ ഒഴിവിൽ പീഡിപ്പിക്കപ്പെട്ട പാവങ്ങളുടെ പാർട്ടിയായ PDPയും ഹിന്ദു മഹാസഭയെയും കിട്ടിയിട്ടും സ്വരാജിന് രക്ഷയുണ്ടായില്ല. വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും K സുരേന്ദ്രനും പോലും കേട്ടിട്ടില്ലാത്ത ഹിന്ദു മഹാസഭയുടെ ശക്തി അപാരം തന്നെയാണ്. സ്വരാജ് എന്ന് കേൾക്കുമ്പോഴേ ഹിന്ദുക്കൾ നിരന്നു നിന്ന് വോട്ട് കൊടുക്കും. ശിവന്റെ ജടയിൽ നിന്നും ഗംഗയെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചതും അയ്യപ്പൻ്റെ കല്യാണത്തിന് മാളികപ്പുറത്തെ വിളിച്ചിറക്കിയതുമെല്ലാം സ്വരാജായിരുന്നല്ലോ. അരനൂറ്റാണ്ട് മുമ്പത്തെ ബാന്ധവം അബദ്ധത്തിൽ ഗോവിന്ദൻ്റെ വായിൽ നിന്നും ചാടിപ്പോയി. RSSും പിണറായിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വിളിച്ചു പറഞ്ഞുകൊണ്ടല്ലേ അമ്പൂരിക്ക ഇറങ്ങിപ്പോന്നത്. അയാളത് ദിവസവും നാടാകെ പറഞ്ഞു നടന്നതും നാട്ടുകാർ കേട്ടതാണ്. ഈ പാർട്ടിയെ വിയർത്തുണ്ണുന്ന മനുഷ്യരാകെ വെറുത്തു എന്ന സത്യം മാത്രം ഈ മിണ്ണാണി മിണ്ണന്മാരായ സഖാക്കൾ അറിയുന്നില്ലല്ലോ ദൈവമേ. നിലമ്പൂരിൽ ജയിച്ചിട്ട് 3ാം ഭരണം ആഘോഷിക്കാനിരിക്കുന്ന ഈ പുള്ളികളുടെ ആത്മവിശ്വാസം അപാരമായിരുന്നു. പൂതലിച്ച ഒരു പടുമരമാണ് ഈ പാർട്ടി. അതിൻ്റെ ചില്ലയിൽ കൂടുകൂട്ടിയ പക്ഷികൾ അപ്പോഴും പറന്നു പോകില്ല. വീഴും വരെ അവറ്റകൾക്ക് വിശ്വാസമാണ്. അതാണ് അണികളുടെ അവസ്ഥ. കഴിഞ്ഞ 9 വർഷം കൊണ്ട് നന്നാകാനുള്ള ഒരു ലക്ഷണവും കാണിക്കാത്ത ഈ പാർട്ടിയും അതിനെ നയിക്കുന്ന പിണറായി വിജയനും നിലമ്പൂരിൽ നിന്നും എന്തു പാഠം പഠിച്ച് 1 വർഷം കൊണ്ട് തിരുത്താനാണ്? കാക്കാലൻ അരയിൽ കൊരുത്ത് കൊണ്ടു നടക്കുന്ന കുരങ്ങനെ പോലെ പിണറായിക്ക് പിന്നാലെ പാർട്ടി ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോകും.